ആ അക്രൂവലിലൊരു വലിയ എമൗണ്ട് വരുവാണെങ്കിൽ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. അത് കറക്റ്റായിട്ട് റീപേയ്മെന്റ് വരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഇൻഫ്ലോയെയും നല്ലതുപോലെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ റെസീവബിൾ അക്കൗണ്ട് എത്രമാത്രം കെയർഫുള്ളായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നോ അതേപോലെ തന്നെ ഈ അക്രൂവൽ അക്കൗണ്ടും നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ ടാക്സ് എക്സ്പെൻസസ് ഒരു സൈഡിൽ ഇറിക്കവറബിൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ക്യാഷ് ഫ്ലോ ഇന്ന് 100 രൂപ വേണ്ടടുത്ത് 99 രൂപ വന്നിട്ട് ഒരു കാര്യമായില്ല, 100 രൂപ തന്നെ വരണം. അതെ അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ അവിടെ 1 രൂപയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ 1 രൂപയ്ക്ക് ആ മൊമെൻറ്റിൽ 1 രൂപയുടെ കറക്റ്റ് വാല്യൂ ഉണ്ട്. സാർ, ഇപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള അക്രൂവൽ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ബിസിനസ് തളരാനുള്ള സാധ്യത ഉണ്ടോ? അക്രൂവൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പൈസ കിട്ടാനുണ്ട്, നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കിട്ടാനുണ്ട് എന്ന് നമ്മൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. പക്ഷെ കിട്ടുന്നില്ല. കിട്ടുമ്പം മാത്രമാണ് നമ്മുടെ കാശിൻ്റെ ഇൻഫ്ലോയിൽ വരുള്ളൂ. ഇൻഫ്ലോയിൽ വരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ എക്സ്പെൻസസ് പേ ചെയ്യാൻ പറ്റിയില്ല, അതേപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ബാങ്കിൻ്റെ ലോൺ സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല, EMI ഉണ്ടെങ്കിൽ EMIയും ചെയ്യുന്നില്ല. ആ അക്രൂവലിലൊരു വലിയ എമൗണ്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ഡയറക്റ്റായിട്ട് തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. അത് കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് വരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഇൻഫ്ലോയെയും നല്ലതുപോലെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ അക്രൂവൽ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് കയറുമ്പോൾ അത് മിക്കവാറും അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻകം ആയിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇൻകമായിട്ട് അക്കൗണ്ട് ചെയ്തു, പക്ഷേ കാഷിൻ്റെ ഇൻഫ്ലോ ഇല്ല. ഇൻകമായിട്ട് അക്കൗണ്ട് ചെയ്തു, കാഷിൻ്റെ ഇൻഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഇൻഫ്ലോ ഇല്ലാതെ ഇൻകത്തിന് നമ്മൾ ഇൻകം ടാക്സ് അടക്കേണ്ടി വരുന്നത്. സാർ, ഇപ്പോൾ ഇത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കണക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ പറയാം? റെസീവബിൾ അക്കൗണ്ട് ഉണ്ട്, അതായത് നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പം നമ്മൾ റെസീവബിൾ അക്കൗണ്ട് ഉണ്ട്. ഈ റെസീവബിൾ അക്കൗണ്ടിൽ 30 ഡേയ്സ് ആണ് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ആ 30 ഡേയ്സ് നമ്മൾ കൊടുക്കുമ്പം ആ ഇൻവോയ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് 30 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ ഫോർ ഡിലേഡ് പേയ്മെൻറ്റ് 18% പെർ ആനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസത്തേക്ക് എത്ര ദിവസം വരുന്നുണ്ടോ ആ ദിവസം കണക്കാക്കിയിട്ട് 18% അല്ല 24% നമ്മൾ അഡീഷണൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ അഡീഷണൽ എത്ര പീരീഡ് വന്നോ അത്രയും പീരീഡിന് നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ചെയ്തിട്ട് കിട്ടാനുള്ളതായിട്ട് അക്കൗണ്ട് ചെയ്തു. അപ്പോൾ അയാളുടെ നമുക്ക് തരാനുള്ള എമൗണ്ട് റെസിവബിളും തന്നില്ല, ഈ അക്രൂഡ് ഇൻകവും തന്നില്ല. ഇത് തരാത്തത് കൊണ്ട് നമ്മുടെ കാഷ് ഇൻഫ്ലോ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ ഇൻകം അക്കൗണ്ട് ചെയ്തതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അതിൽ ടാക്സ് നമ്മൾ ഇപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അനവധി ഐറ്റം ഉണ്ട്. ഇപ്പോൾ എക്സ്പെൻസസ് പ്രീപെയ്ഡ് വരുന്ന ഒരു കേസിൽ, അതായത് ഞാൻ പറഞ്ഞത് അഡ്വാൻസ് ആയിട്ട് ബിൽഡിങ്ങിൻ്റെ ഒക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് ആ അഡ്വാൻസ് മന്ത്ലി റെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാഫിനൊക്കെ നമ്മൾ അഡ്വാൻസസ് കൊടുത്തിട്ട് ആ അഡ്വാൻസസ് കൃത്യമായിട്ടും നമുക്ക് റീപേയ്മെൻറ്റ് വരാതിരിക്കുന്നത്, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു 3 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ട് നമ്മളൊരു കുറുക്കമ്പനിയിൽ നിന്ന് ആ സലയുടെ 70% മേടിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലോ ശരിക്കും വരാതെ അനവധി സിറ്റുവേഷൻസ് ബിസിനസ്സിൽ വരാറുണ്ട്. അപ്പോൾ റെസീവബിൾ അക്കൗണ്ട് എത്രമാത്രം കെയർഫുള്ളായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നോ അതേപോലെ തന്നെ ഈ അക്രൂവൽ അക്കൗണ്ടും നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ ടാക്സ് എക്സ്പെൻസസ് ഒരു സൈഡിൽ ഇറിക്കവറബിൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നതിന് ആ ഇൻവോയ്സിലുള്ളൊരു ക്ലോസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കേസുകളിൽ ഈ റെസീവബിൾ അക്കൗണ്ട്, അതായത് സാധനം കൊടുത്തിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ 18% നമ്മൾ ചാർജ് ചെയ്യും എന്ന് ഇൻവോയ്സിൽ മാത്രമേ ക്ലോസ് ഉള്ളൂ. ഒരു എഗ്രിമെൻ്റ് അതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ലാക്ക് ഓഫ് പ്രോപ്പർ ഡോക്യുമെൻ്റ് കൊണ്ട് അവർ തന്നില്ലെങ്കിൽ നമുക്കൊരു കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യാനും അതിന് വിധി നേടാനും ഒക്കെ നമുക്ക് ചിലപ്പം സാധ്യത കുറവായിരിക്കും. ഇതേപോലെ തന്നെ അക്രൂവൽ ഇങ്ങനെ കൂടി ഈ കൊല്ലം ഇത്ര ഉണ്ടായിരുന്നു, അടുത്ത കൊല്ലം പിന്നെയും കൂടി ഇയർലി ഇങ്ങനെ കൂടി വരുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ വരുന്ന ഒരു സംവിധാനത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ കമ്പനിയുടെ വാല്യുവേഷനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇൻവെസ്റ്ററുടെ ആ
സെൻറ്റിമെൻറ്റ് അഫക്റ്റ് ചെയ്യും, റേറ്റിംഗ് ഏജൻസീസ് ഡീഗ്രേഡ് ചെയ്യും. അത് നല്ല ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യും. അത് തീർച്ചയായിട്ടും എൻ്റർപ്രനർ സൂക്ഷ്മതയോടുകൂടി നോക്കി ഏറ്റവും കുറഞ്ഞ എമൗണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്, അതായത് നമ്മളൊരു ധാരാളിത്ത സ്വഭാവമാണ് എങ്കിൽ ആ ബിസിനസ് താഴോട്ട് വന്ന് ഇല്ലാതെയായി പോകുന്നതാണ്. ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാം. കാഷ് ഫ്ലോ ഇന്ന് 100 രൂപ വേണ്ടിടത്ത് 99 രൂപ വന്നിട്ട് ഒരു കാര്യമില്ല, 100 രൂപ തന്നെ വരണം. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ, അപ്പോൾ അവിടെ 1 രൂപയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ 1 രൂപയ്ക്ക് ആ മൊമെൻറ്റിൽ 1 രൂപയുടെ കറക്റ്റ് വാല്യൂ ഉണ്ട്. അതെ അതെ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.